ഇന്ന് ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിൽ വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ കഴിയും. അങ്ങനെ അതാ ചിക്കനെ കൈ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, പിന്നെ ബിരിയാണി മസാലയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല, ആകെ ഈ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. പിന്നെ മല്ലിയിലയും കൂടെ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യത്തിന് വേണ്ട തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ തിരുമി എടുക്കണം. ഈ തിരുമുന്ന എത്രയാണോ അത്രത്തോളം ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു കളർ ചേഞ്ച് കാണാൻ കാരണം ഞാൻ കുറച്ച് കളർ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തായിരുന്നു. അങ്ങനെ നല്ലപോലെ തിരുമി നേരെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് വേവിക്കാനായിട്ട്. അത് വേവുന്ന സമയം കൊണ്ട് അരി ഞാൻ സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ 2.5 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. 3 പേർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, കറിലെ കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അരിയൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരി റെഡി ആവാൻ കുക്കറിലാണ് ഇന്ന് അരി വെക്കുന്നത്. അങ്ങനെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നപ്പോൾ അതിനകത്തേക്ക് 2 ഏലക്കും കറുവപ്പട്ട ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ അടിച്ചാർന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നേരെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കേട്ട സൗണ്ട് എന്റെ മോളൊന്ന് തുമ്മിയതാണ്. അങ്ങനെ അരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനോട് ഉപ്പും ചേർക്കണം, മറക്കരുത്. മസാലയിൽ ഉപ്പ് ചേർക്കണം, ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് മലയാളം കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് 2 വിസിൽ ഞാൻ അടിച്ചായിരുന്നു. എനിക്ക് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയായിരുന്നു. അപ്പത്തേക്കും മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. മസാല ഒരു 100% വേവിക്കേണ്ട, ഒരു 90% വേവിച്ചാൽ മതി. അങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വേവാനുണ്ട്, അത് മസാല ദമ്മൊക്കെ ഇടുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. അങ്ങനെ എന്റെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ വറുത്ത സവാളയും കാഷ്നോട്ടൊന്നും കാണാൻ പറ്റത്തില്ല, കാരണം അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ബിരിയാണിയാണ് ഇത്. അങ്ങനെ റൈസൊക്കെ ഇട്ടെടുത്ത് നല്ലപോലെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ നേരത്തെ എടുക്കത്തുള്ളൂ.